ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവക്ക ചില്ലിയാണ്. ഇതിന് നമ്മൾ 3 കിലോ പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നൈസായിട്ട് അരിയണം. വളരെ കനം കുറഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ 2 മുട്ടയാണ് ഇടുന്നത്. മുട്ട ഇടുന്നത് വെച്ചാൽ മസാല ഇളകി പോകാതിരിക്കാനാണ് മുട്ട ഇടുന്നത്. നമ്മുടെ ചില്ലി മസാലയാണ് ഇടുന്നത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. കളർ പൊടി, ഉപ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇതിനകത്ത്. ശരിക്കും ഈ ഒരു പാക്കറ്റ് മാത്രം മതി, വേറെ ഒന്നും ഉപയോഗിക്കണ്ട. നമ്മൾ കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്, കളറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി നമ്മുടെ മസാലയിൽ തന്നെ കുറച്ച് കളർ ഉണ്ടാവും. അതിനകത്ത് കുറച്ച് വിനീഗറാണ് ഒഴിക്കുന്നത്. കുറച്ച് വിനീഗർ, ഇഞ്ചി, വെളുത്തുള്ളിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇടുന്നത് അതിനകത്ത്. ഇത് നമുക്ക് കയ്പ്പൊന്നും ഉണ്ടാവില്ല. പാവയ്ക്ക നല്ല കയ്പ്പില്ലാണ്ട് നല്ല അടിപൊളി ചില്ലി ആയിരിക്കും ഇത്. പിന്നെ പാവയ്ക്ക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പാവയ്ക്ക ചില്ലി, ഈ ചില്ലിക്കകത്ത് പാവയ്ക്കയുടെ ഒരു കയ്പ്പുണ്ടാവില്ല. ഇതിനകത്ത് നന്നായിട്ട് മസാല ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം. കുറച്ച് നേരം, ഒരു അരമണിക്കൂർ മിക്സ് ചെയ്ത് വെക്കണം. ഇതിനകത്ത് കുറച്ച് കോൺഫ്ലവർ ഇടണം. മാവ് കോൺഫ്ലവർ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ചില്ലി, പാവയ്ക്ക ചില്ലി നമുക്ക് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഒരു മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ മസാലയൊക്കെ നന്നായി കുത്തിയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വീട്ടിൽ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഔട്ട്ഡോർ കിച്ചനെ ബന്ധപ്പെടുക. നമ്മൾ കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഫുഡ് വീട്ടിലെത്തി എത്തിക്കുന്നതായിരിക്കും. അതുപോലെ കല്യാണ ഓർഡർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. നമ്മുടെ പാവയ്ക്ക ചില്ലി റെഡിയാണ്.